ഹലോ ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിരവധി അവസരങ്ങളാണ് ഈ വർഷം നിങ്ങൾക്ക് മുൻപിലായിട്ടുള്ളത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എക്സാമുകൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ എത്താനുള്ള അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ലൊരു റാങ്ക് നേടി എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇനി ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതുപോലെ സിസ്റ്റം അനലിസ്റ്റ്, അതുപോലെ ഇനി ഏതൊക്കെ എക്സാമുകളാണ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യം ഞാൻ ഏതൊക്കെ എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള പോളിടെക്നിക് കോളേജിലേക്കുള്ള ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഇനി ഉടൻ എക്സാം വരാൻ പോകുന്ന പോസ്റ്റ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള HSST കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഈ അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററൊക്കെ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വിളിച്ച പോസ്റ്റാണ്. അപ്പം ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള എക്സാം ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതുപോലെ സിസ്റ്റം അനലിസ്റ്റ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മറ്റ് എക്സാമുകൾക്കും കൂടി അത് യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനിയും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ തസ്തികയുടെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ജൂൺ 1 ഗസറ്റിലായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 1 ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജൂലൈ 3 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നല്ല അവസരമാണിത്. 2013 ലാസ്റ്റ് ഈ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ വേരിയസ് യൂണിവേഴ്സിറ്റീസിലേക്കൊട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് തീർച്ചയായും ഒരു അഡ്വാൻറ്റേജ് ഈ എക്സാമിന് ലഭിക്കുന്നതാണ്. അപ്പം അതിനൊക്കെ പ്രിപ്പയർ ചെയ്തവർ ഒരു കാരണവശാലും ഈ അവസരം മിസ് ചെയ്യരുത്. ഓക്കെ, സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 39,300 രൂപ മുതൽ 83,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇത് റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ഇതുകൂടാതെ ഗവൺമെൻറ് മറ്റ് ആനുകൂല്യങ്ങളും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. 2013 നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ പ്രകാരം എക്സാം നടന്ന് 2017 ഈ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അപ്പോൾ അന്ന് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 57 മാർക്കായിരുന്നു അന്ന് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. ഇത് ഇൻ്റർവ്യൂവും കൂടെ ഉള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുന്നത് ടെസ്റ്റിന് കിട്ടിയ മാർക്ക് പ്ലസ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. സോ ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് 69 മാർക്കായിരുന്നു ലഭിച്ചത്. പ്ലസ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫൈനൽ റാങ്ക് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ 54 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ആ ലാസ്റ്റ് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പം ഇനി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നെങ്കിൽ കഴിഞ്ഞ ഈ പോസ്റ്റിന് നടന്ന കഴിഞ്ഞ അഡ്വൈസിൻ്റെ ഒരു ഡീറ്റെയിൽ അനുസരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസിക്ക് ആനുപാതികമായിട്ടായിരിക്കാം പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. എന്തുകൊണ്ടെന്നാലും നിങ്ങൾക്ക് ഇപ്പം പ്രോഗ്രാമർ തസ്തികയൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് തീർച്ചയായും ഈ തസ്തികയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും. അത് മാത്രമല്ല HSST കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ പോളിലേച്ചർ IT, ഇനി വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് ഉയർന്ന റാങ്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ അവസരം നിങ്ങൾ പാഴാക്കാതെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട കാര്യം, പുതിയ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കി ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. ആദ്യം സിലബസ് ഐഡൻറ്റിഫൈ ചെയ്ത് സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിനി വരും ദിവസങ്ങളിൽ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് ഡിസ്കഷനും അതുപോലെ തന്നെ ഫ്രീ വെബിനാറും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ വെബിനാറിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ തസ്തികയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന തസ്തികയാണ് സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ മെയ് 15 ഇന്നേ ദിവസത്തെ ഗസറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ MCA BTech
ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ BTech നിങ്ങൾ ഏത് ഡിസിപ്ലിനും BTech കംപ്ലീറ്റ് ആക്കി പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ PGDC എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് ഈ സിസ്റ്റം അനലിസ്റ്റിൻ്റെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ MCA BTech അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷിൽ നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസും നേടിയിരിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സിസ്റ്റം അനലിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇനി ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന അടുത്തൊരു പോസ്റ്റാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ. ഇത് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഒരു പോസ്റ്റാണ്. 2013 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. BA BSc BCom അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോ 3 വർഷം എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഈ പോസ്റ്റിൻ്റെ എക്സാം ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2019 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 53 അഡ്വൈസ് ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ച് 53 അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്പർ ഓഫ് അഡ്വൈസ് തന്നെയാണ്. സോ 53 അഡ്വൈസർ എന്നൊരു പോസ്റ്റ് കൂടിയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്ററിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ജൂൺ 1 ഗസറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. അപ്പം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും എക്സാമുകളാണ് ഇനി നിങ്ങൾക്ക് മുന്നിലായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പം HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിരവധി പോസ്റ്റുകളിലേക്കാണ് വീണ്ടും അവസരങ്ങളുള്ളത്. സോ ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് നിരവധി പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിലവിലുള്ളത്. ANS അക്കാദമിയിൽ ഇനി ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതുപോലെ സിസ്റ്റം അനലിസ്റ്റ് തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ KW അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ ഫസ്റ്റ് റാങ്ക് നമുക്ക് റീസെൻ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഫസ്റ്റ് റാങ്ക്, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് ധന്യ TPക്കാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് ധന്യ TPക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് ലഭിച്ചത്. അതുപോലെ റീസെൻ്റായിട്ട് എക്സാം നടന്ന പോലീസ് കോൺസ്റ്റബിൾ ടെലി കമ്മ്യൂണിക്കേഷനിലും 3rd റാങ്കും അതുപോലെ LSTD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ 3rd റാങ്കും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നിരവധി റാങ്കുകളാണ് നമ്മളൊക്കെ കരസ്ഥമായിട്ടുള്ളത്. സോ ഇത്രയും റാങ്കുകൾ നേടിക്കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഇനി പുതിയ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ സിസ്റ്റം അനലിസ്റ്റ് പറഞ്ഞ തസ്തികയിലേക്ക് നമ്മൾ ആരംഭിക്കുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാം വരെയും ഗൈഡൻസിനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഞാൻ ഗൂഗിൾ ഫോം കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനിയും ഈ പറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതുപോലെ സിസ്റ്റം അനലിസ്റ്റ് തസ്തികയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.